മിയാമിലെ ഈന്തപ്പനകൾക്കിടയിൽ വെളുത്ത തുണി കൊണ്ട് മൂടിവെച്ച ആ കൂറ്റൻ രൂപം അനാച്ഛാദനം ചെയ്തപ്പോൾ ലോകം കണ്ടത് വെറുമൊരു പ്രതിമയല്ല, അമേരിക്കൻ രാഷ്ട്രീയത്തിന്റെ ഗതിമാറ്റുന്ന പുതിയൊരു ദൈവിക പ്രതീകത്തെയാണ്. 22 അടി ഉയരത്തിൽ സ്വർണ്ണശോഭയിൽ തിളങ്ങി നിൽക്കുന്ന ഡൊണാൾഡ് ട്രംപ് പെനിസിൽവാനിയയിലെ വെടിയുണ്ടകളെ അതിജീവിച്ച് ആ മുഷ്ടിയുയർത്തിയ നിമിഷം ഇപ്പോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ സ്മാരകമായി മാറിയിരിക്കുന്നു. ഇത് വെറും ഒരു ശില്പമാണോ, അതോ അമേരിക്കൻ ജനാധിപത്യം മാറുന്നതിന്റെ സൂചനയാണോ? ഫ്ലോറിഡയിലെ ട്രംപ് നാഷണൽ ഡോറൽ മിയാമി റിസോർട്ടിൽ സ്ഥിതി ചെയ്ത ഈ പ്രതിമ ഈന്തപ്പനകൾക്കിടയിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ആ പ്രതിമയിലാകട്ടെ ട്രംപ് മുഷ്ടിയുയർത്തി നിൽക്കുന്ന രീതിയിലും ചിത്രീകരിച്ചിട്ടുണ്ട്. പെനിസിൽവാനിയയിലെ ബട്ട്ലറിൽ നടന്ന വധശ്രമത്തിന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ പ്രശസ്ത ദൃശ്യത്തെ ആസ്പദമാക്കിയാണ് ശില്പം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ചടങ്ങ് അമേരിക്കൻ രാഷ്ട്രീയത്തിലെ വ്യക്തിപൂജ, ദേശീയത, മതവിശ്വാസം എന്നിവയെക്കുറിച്ചുള്ള പുതിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. പ്രമുഖ ഇവാഞ്ചലിക്കൽ പാസ്റ്ററായ മാർക്ക് ബേൺസ് നയിച്ച ചടങ്ങിൽ പ്രതിമ ദേശസ്നേഹത്തിന്റെയും പ്രതിരോധ ശേഷിയുടെയും പ്രതീകമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ട്രംപ് നിരവധി വധശ്രമങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടത് ദൈവത്തിന്റെ സംരക്ഷണമാണെന്നും ബേൺസ് അവകാശപ്പെട്ടു. ചടങ്ങിൽ ട്രംപ് നേരിട്ട് പങ്കെടുത്തിട്ടില്ലെങ്കിലും ഫോൺ കോളിലൂടെ അനുയായികളെ അഭിസംബോധന ചെയ്തു. ഇത് സ്നേഹത്തിൽ നിന്നാണ് എന്ന അദ്ദേഹത്തിന്റെ പ്രതികരണം അനുയായികളിൽ ആവേശം സൃഷ്ടിച്ചു. അതേസമയം ഈ പ്രതിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചത് ഒരു കൂട്ടം ക്രിപ്റ്റോ കറൻസി നിക്ഷേപകരാണെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. പേട്രിയറ്റ് എന്ന മെമേ കോയിന്റെ പ്രചാരണവുമായി ബന്ധപ്പെട്ടാണ് പദ്ധതിക്ക് ധനസഹായം ലഭിച്ചതെന്ന് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇതോടെ ട്രംപിന്റെ രാഷ്ട്രീയ സ്വാധീനം ഓൺലൈൻ മെമോ ക്രിപ്റ്റോ സംസ്കാരവും ചേർന്ന പുതിയ രാഷ്ട്രീയ സാമ്പത്തിക കൂട്ടുകെട്ടാണെന്ന് രൂപം കൊള്ളുന്ന വിലയിരുത്തലുകളാണ് ശക്തമാകുന്നത്. ശില്പിയായിട്ടുള്ള അലൻ കോട്രലിന്റെ വാക്കുകൾ പ്രകാരം ആദ്യം വെങ്കലത്തിൽ നിർമ്മിക്കാനിരുന്ന ശില്പത്തിന് പിന്നീട് നിക്ഷേപകരുടെ നിർദ്ദേശപ്രകാരം സ്വർണം പൂശുകയായിരുന്നു. പണം ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും പുറത്തു വന്നതോടെ പ്രതിമയെ ചുറ്റിപ്പറ്റിയുള്ള രാഷ്ട്രീയ നാടകീയത കൂടുതൽ ശക്തമായി. ട്രംപിനെ ഒരു സാധാരണ രാഷ്ട്രീയ നേതാവ് എന്നതിലുപരി അമേരിക്കയുടെ രക്ഷകൻ എന്ന നിലയിൽ അവതരിപ്പിക്കുന്ന അനുയായികളുടെ സമീപനമാണ് ഇപ്പോൾ അമേരിക്കൻ രാഷ്ട്രീയ നിരീക്ഷകരുടെ പ്രധാന ചർച്ചാ വിഷയം.